വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ CR സ്പീച്ച് ആൻഡ് ആക്ട്സ്. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് പണത്തെക്കുറിച്ചാണ്. നമുക്കറിയാം, പണമില്ലാണ്ട് നമുക്ക് ജീവിക്കുക എന്ന് പറഞ്ഞാൽ വളരെയധികം ദുഷ്കരമായിരിക്കും. പണമില്ലാതെ നമുക്ക് ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയാണുള്ളത്. അപ്പോൾ പണം നമ്മളിലേക്ക് ആകർഷിക്കാനുള്ള 5 കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അതിലൊന്ന്, മനസ്സിൽ ധനസമ്പത്തിന്റെ ഓർമ്മ കുറിക്കുക. അതായത് സമ്പത്തിനെ കുറിച്ച്, പണത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ ലക്ഷ്യവുമായി ബന്ധപ്പെടുത്തിയുള്ള ഒരു സ്മരണ അല്ലെങ്കിൽ ഓർമ്മ നിലനിർത്തുക. അതായത് നമുക്ക് പണം കിട്ടിയാൽ നമുക്ക് നല്ല വീട് വെക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ നല്ലൊരു വാഹനം മേടിക്കാം, അതല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും സ്വപ്നവുമായി ബന്ധപ്പെട്ടുള്ള ഓർമ്മ അതെല്ലാം എപ്പോഴും നിലനിർത്തിയാലേ തീർച്ചയായിട്ടും നമുക്ക് പണം നമ്മളെ ആകർഷിക്കാൻ അതിന് കാരണമാകും. രണ്ടാമത്തത്, ധനത്തെ പോസിറ്റീവായി ചിന്തിക്കുക, കാണുക. അതായത് പല ആളുകളും വിചാരിക്കുന്നത് പണം അമിതമായി നമ്മുടെ കയ്യിലെത്തിയാൽ അത് നമ്മുടെ നാശത്തിന് കാരണമാകും, അത് തിന്മ പ്രവർത്തിക്കുവാൻ കാരണമാകുമെന്നൊക്കെയാണ്. പക്ഷെ ഒരിക്കലും അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. പണത്തെക്കുറിച്ച് പോസിറ്റീവായി ചിന്തിക്കുക. അതായത് പണം നമ്മുടെ കയ്യിൽ കിട്ടിയാൽ നമുക്ക് സ്വാതന്ത്ര്യത്തിനുള്ളൊരു ഉപാധി കൂടിയാണ്. അതായത് പണം കൊണ്ട് നമുക്ക് നമ്മുടെ സ്വപ്നങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കാം. അതുകൊണ്ട് പണം കൊണ്ട് നമുക്ക് പല നന്മകളും നമുക്ക് ചെയ്യാൻ സാധിക്കും. നമ്മുടെ കുടുംബത്തിനും നമ്മുടെ സുഹൃത്തുക്കൾക്കും നമ്മുടെ ബന്ധുക്കൾക്കും നമ്മുടെ സമൂഹത്തിനും ഒക്കെ നല്ല കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പൊ പണവുമായി ബന്ധപ്പെട്ട് പോസിറ്റീവായി മാത്രം ചിന്തിക്കുക, നെഗറ്റീവിനെ കുറിച്ച് ചിന്തിക്കുകയേ ചെയ്യരുത്. മൂന്നാമത്തത്, സ്മാർട്ട് വരുമാന മാർഗങ്ങൾ തിരയുക. അതായത് നിലവിലുള്ള നമ്മുടെ വരുമാന മാർഗത്തെ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യാതെ, ആശ്രയിക്കാതെ മറ്റു വരുമാന മാർഗങ്ങൾ നമ്മൾ തിരയുക. ഇത് ഡിജിറ്റൽ യുഗത്തിന്റെ കാലമാണ്. നമുക്ക് ഫോൺ ഉപയോഗിച്ച് മാത്രം നമുക്ക് ഒരുപാട് വരുമാനങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതകളുണ്ട് ഇവിടെ. അപ്പൊ അത്തരത്തിലുള്ള സ്മാർട്ട് വരുമാന മാർഗങ്ങൾ നമ്മൾ അന്വേഷിക്കുക, അത് കണ്ടെത്തുക എന്നുള്ളതാണ്. നാലാമത്തെ കാര്യം, നന്ദിയുള്ളവരായിരിക്കുക. നന്ദിയും ധന്യവാദവും. അതായത് പണം നമുക്ക് കയ്യിൽ കിട്ടുമ്പോൾ നമ്മൾ നന്ദിയുള്ളവരാകും. പണത്തിനോട് നമ്മൾ നന്ദി കാണിക്കുക, സ്നേഹം കാണിക്കുക. തീർച്ചയായും പണം നമ്മളെ ആകർഷിക്കും. അഞ്ചാമത്തെ, ദാനധർമ്മം ചെയ്യുക. അതായത് നമ്മൾ കിട്ടുന്ന പണം നമ്മൾ കൂട്ടിവെക്കാതെ, സ്വരൂപിക്കാതെ കുറച്ചൊക്കെ നമ്മൾ മറ്റുള്ളവർക്ക്, പാവപ്പെട്ടവർക്ക് കൊടുക്കുക, ചാരിറ്റി ചെയ്യാനൊക്കെ ഉപയോഗിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് പണം നമ്മളിലേക്ക് ആകർഷിക്കപ്പെടും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പണവുമായി ബന്ധപ്പെട്ട് നമ്മൾ പണം ആകർഷിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത്. ഒന്നുകൂടെ പറയാം. ഒന്ന്, മനസ്സിൽ ധനസമ്പത്തിന്റെ ഓർമ്മ കുറിക്കുക. രണ്ടാമത്തത്, ധനത്തെ പോസിറ്റീവായി മാത്രം കരുതുക. 3, സ്മാർട്ട് വരുമാന മാർഗങ്ങൾ തിരയുക, കണ്ടെത്തുക. 4, നന്ദിയും ധന്യവാദവും. 5, ദാനധർമ്മം ചെയ്യുക. ഇത്രയുമാണ് പണം ആകർഷിക്കുവാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത്. പണവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക. അതോടൊപ്പം എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു വെരി മച്ച്.